ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനുണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിനായിരുന്നു. അവിടുന്ന് കുറച്ച് ചീരയും പിന്നെ നല്ലൊരു ഉണ്ട വഴുതനയും തന്നിനായിരുന്നു. അതുകൂടാണ്ട് പിന്നെ ഒരു 2 വഴുതന തൈയും പിന്നെ കോയര തണ്ട് മുളപ്പിച്ചിട്ട് അതും തന്നിനായിരുന്നു. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടാകുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാ. പിന്നെ ഞാൻ വിചാരിച്ചു ചീരയിൽ നിന്ന് കുറച്ച് ചീര തൈ എടുത്തിട്ട് നട്ടു കൊടുക്കാമെന്ന്. അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി 2 ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചീരത്തൈ നടാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചാണകവും മണ്ണെല്ലാം മിക്സാക്കൽ. കഴിയുന്നതും കൈ കൊണ്ട് തന്നെ ആയിരിക്കും. എനിക്കെന്താ വെച്ചാൽ എനിക്കതാണ് ഒരു ഇതായിട്ട് കിട്ടൽ. മറ്റേ സാധനത്തിനെ കൊണ്ടൊന്നും ഇങ്ങനെ ഇളക്കുമ്പോൾ എനിക്കൊരു ഇതം കിട്ടില്ല. അപ്പം ഞാൻ വെറും ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഒന്ന് നട്ടു കൊടുക്കാം. അങ്ങനെ മണ്ണും വളമെല്ലാം മിക്സാക്കിയിട്ട് നല്ല റെഡിയാക്കി വെച്ചതിന് ചീരത്തൈ ഓരോന്നായിട്ട് നമുക്കിതിൽ നട്ടു കൊടുക്കാം. ഒരു ചാക്കിൽ ഒരു 4 എണ്ണം വീതം വെച്ചിട്ടാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. കുറച്ച് വലുതായിപ്പോയി തൈ. ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ പ്രായത്തിലാണ് ശരിക്കും നടേണ്ടത് പൊരിച്ചിട്ട്. എന്നാലും ഞാൻ വിചാരിച്ചൊന്ന് നട്ടു കൊടുത്ത് നോക്കാം. കണ്ടിട്ട് നല്ല ചീര, അതുകൊണ്ട് എനിക്കുണ്ടല്ലോ എല്ലാം അങ്ങ് കറി വെക്കാൻ തോന്നിയിട്ടില്ല. അതിൽ നിന്ന് ഏറ്റവും ചെറുത് നോക്കിയിട്ട് ഞാനൊരു 4 എണ്ണം വീതം ചാക്കിൽ നട്ടു കൊടുത്തു. പിന്നെ 2 ചാക്കിൽ നടുമ്പോഴേക്കും കുറച്ചും കൂടെ തൈ ബാക്കിയായി. പിന്നെ ഞാൻ എന്നിട്ട് ഒരു ചാക്കിലും കൂടെ മണ്ണ് നിറച്ചിട്ട് അതിലും കൂടെ അങ്ങ് നട്ടു കൊടുത്തു. ഗ്രോ ബാഗിലും ചാക്കിലെല്ലാം ചീര നട്ടാൽ വളർന്ന് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് അത്രേ ആവശ്യമില്ല. അധികം കൂടുതൽ കുറേ നട്ടിട്ടൊന്നും നമുക്ക് കാര്യമില്ല. ഭക്ഷണമെല്ലാം കുറച്ചേ വേണ്ടു. അപ്പോൾ നമുക്ക് കുറച്ച് 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചേ നമുക്ക് വേണ്ടു. ഞാൻ കുറച്ചും കൂടെ ഒരു ചാക്കിലും കൂടെ മണ്ണ് നിറച്ചിട്ട് അതും നട്ടു. എന്നിട്ട് എല്ലാറ്റിനും കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. കണ്ട, ചെറുങ്ങനെ വെള്ളം കൈ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്തു. ഇനിയിത് വളർന്നിട്ടാകുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വഴുതന തൈയും പിന്നെ കോവലിൻ്റെ തൈയുമെല്ലാം നാളെ നടാം. ഇന്നിപ്പം സന്ധ്യയായി, നല്ലോണം ഇരുട്ടാവാനായി. അപ്പോൾ എല്ലാം കൂടെ ഒന്നും നടാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം നാളത്തേക്ക് മാറ്റി വെച്ചു. അത് നടുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ. വേണ്ട, ഓക്കേ.